ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഈ ഒരു കേക്കിൽ നിങ്ങൾക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതുപോലെ ഇത് ഓവനില്ലാതെയും കൺവെക്ഷൻ മോഡിലും ഒക്കെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ വേഗം തന്നെ ഒരു 2 മുട്ട വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഹംലൂസ് കിച്ചൻ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പോളം പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ 1 കപ്പ് പൗഡർഡ് ഷുഗർ കിട്ടും. നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർക്കാം. ഈ ഓയിലിന് പകരമായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും ഒട്ടും തണുപ്പില്ലാതെ തന്നെ എടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മൈദ ഒക്കെ ഒന്ന് അരിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml അളവിലുള്ള കപ്പിലാണ് അളന്നിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കിന്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്ത് വിസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ മണമൊന്നും ഒട്ടും അറിയാതിരിക്കാനും കേക്ക് സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം പുറത്ത് വെച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ ഓവനിൽ വയ്ക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ മൈക്രോവേവിൽ വെക്കാൻ പറ്റിയ ഏതെങ്കിലും പാത്രം എടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 7 ഇഞ്ചോളം വലിപ്പമുള്ള ഒരു ബൗളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വേണമെങ്കിൽ അലുമിനിയം ഏതെങ്കിലും പാത്രം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമായാലും അതിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ഓവനിൽ വെച്ചിട്ടും 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇനി ടൈം സെറ്റ് ചെയ്യാം. ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഓവനും അനുസരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. ഞാൻ ഉപയോഗിക്കുന്ന ഓവൻ ഒരു 1000 വാട്ട്സിൻ്റെ ഓവനാണ്. അത് മൈക്രോ പവറിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഓവൻ്റെ ഇതനുസരിച്ചിട്ട് ചിലപ്പം ടൈമൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ കൺവെക്ഷൻ ഓവനിലാണെങ്കിൽ OTGയിലാണെങ്കിലും 30 മുതൽ 40 മിനിറ്റ് വരെ ആവും ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മൈക്രോവേവിലായതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഓവൻ്റെ വാട്ട്സ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പം ആയിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ അധികം കൊടുത്താൽ മതി. ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ അധികം കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓവൻ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്.
നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി ജാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ കേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ജാമില്ലെങ്കിൽ ന്യൂട്ടെല്ല വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് ഇതേപോലൊരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കണം. അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വീണിട്ട് ചീത്തയാവും. കേക്ക് ഒരു നനവുണ്ടാവും. മുകളിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഒന്ന് നിരപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ കട്ട് ചെയ്ത ആ പീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ജാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറി വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെറിയ ചൂടോടെ തന്നെ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചൂട് മാറിയിട്ട് മതിയെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. നല്ല സ്പോഞ്ചിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്